GK ഇലക്ട്രോണിക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരുപാട് നാളായി ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഞാൻ നമ്മുടെ ഷോർട്സിൽ കണ്ട പോലെ തന്നെ തമ്പനയിൽ കണ്ട പോലെ തന്നെ നമ്മളെ ഓട്ടോ കട്ട് ഓഫ് ചാർജറിന്റെ സർക്യൂട്ട് ബോർഡ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് വീഡിയോ. അപ്പോൾ ഇതിനകത്ത് എനിക്കറിയാവുന്ന പോലെ ഞാനത് പറഞ്ഞ് മനസ്സിലാക്കി തരാം. പിന്നെ നിങ്ങൾക്ക് ഇത് എങ്ങനെ ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ തെറ്റ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണെന്ന്. അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇതിൻ്റെ പരിപാടി എങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ബോർഡിനൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ബോർഡ് പവർ ട്രിക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. സീരിയൽ നമ്പർ വരുന്നത് PT009. ഇത് ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. ഇതിൻ്റെ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഫ്ലിപ്കാർട്ടിൽ സെർച്ച് ചെയ്താലും നമുക്ക് ഓൺലൈനിൽ ഇത് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ആമസോണിലും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് നമുക്ക് 2 പ്രീസെറ്റാണ്. ഒന്ന് പ്രീ 1ഉം ഒന്ന് പ്രീ 2ഉം. പിന്നെ ഒരു റിലേ ഉണ്ട്. പിന്നെ 2 ചാർജിങ് ഇൻഡിക്കേറ്റർ ഉണ്ട്. അതിൽ ഗ്രീൻ ഇൻഡിക്കേറ്ററാണ് നമ്മൾ ചാർജിങ് സമയത്ത് ഇൻഡിക്കേഷൻ തരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് LED ഊരി നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഫ്രണ്ടിലായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ചാർജർ ഓഫായോ എന്നൊക്കെ അറിയാൻ പറ്റും. അല്ലെങ്കിൽ ഇതേപോലെ ഇപ്പോൾ ഞാൻ ഇത് സെറ്റ് ചെയ്തതാണ്. നമ്മൾ അന്ന് സെറ്റ് ചെയ്ത ചാർജറാണ്. അപ്പോൾ ഇതേപോലെ ആയിരിക്കും ഇത് ലൈറ്റ് ചെയ്ത് എടുക്കുക. അകത്ത് വയ്ക്കുമ്പോൾ അകത്തായിരിക്കും ലൈറ്റ് വരിക. നമുക്ക് വേണമെങ്കിൽ ഇത് അഴിച്ചെടുത്തിട്ട് ഇവിടെ ഒരു ഹോൾ അടിച്ചിട്ട് ഇവിടെ വേണമെങ്കിൽ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇനി ഇതിൻ്റെ സെറ്റിങ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പ്രീസെറ്റുമെയാണ് നമ്മൾ സെറ്റപ്പ് ചെയ്യണത്. ഇതിൽ പ്രീ 2 എന്ന് എഴുതിയ പ്രീസെറ്റാണ് നമ്മുടെ ബാറ്ററി ചാർജിങ് എപ്പോൾ കട്ട് ഓഫ് ആക്കണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇത് വലതുവശത്തേക്കും ഇടതുവശത്തേക്കൊക്കെ തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ പ്രീ 2 അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ബാറ്ററി ചാർജിങ് കട്ട് ഓഫ് വോൾട്ടേജ് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഓരോ ബാറ്ററിക്കും ഓരോ വോൾട്ടേജാണ് സെറ്റ് ചെയ്യുക. ഇപ്പോൾ ലെഡ് ആസിഡ് ബാറ്ററിക്ക് ഒരു വോൾട്ടേജ്, SMF ബാറ്ററിക്ക് വേറൊരു വോൾട്ടേജ്, അങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്യുന്നത്. ഒരു ഏവറേജ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 14.2 to 14.4 അതിലാണ് നമ്മൾ സെറ്റ് ചെയ്യാറ്. അപ്പോൾ നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന കാറിൻ്റെ ബാറ്ററിയും ബൈക്കിൻ്റെ ബാറ്ററിയൊക്കെ ആ വോൾട്ടേജിൽ സെറ്റ് ചെയ്യാൻ കുഴപ്പമില്ല. 14.2, 14.4. അപ്പോൾ 14.4 ബാറ്ററി എപ്പോൾ എത്തുന്നോ അപ്പോൾ കട്ടാവണം. ആ ടൈമിൽ ചാർജർ ഓഫ് ആവണം. അതിനാണ് ഈ പ്രീസെറ്റ് 2 കൊണ്ട് ഉപയോഗിക്കുന്നത്. അതാണ് ഇതിൻ്റെ പ്രവർത്തനം. അടുത്തത് പ്രീ 1. ഇതിൻ്റെ ഉപയോഗം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാറ്ററി കണക്ട് ചെയ്തിട്ടിട്ട് ഫുൾ ചാർജ് ആവാനായിട്ട് പ്രീ 2 യൂസ് ചെയ്യുന്നു. പ്രീ 1 എപ്പോൾ തൊട്ട് ചാർജിങ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. അതായത് ബാറ്ററിയുടെ വോൾട്ടേജ് ഡൗൺ ആയി ഇറങ്ങിപ്പോയിട്ട് നമുക്ക് എപ്പോൾ വീണ്ടും ബാറ്ററി ചാർജിങ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന പ്രീസെറ്റ് 1 ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ തന്നെ ലോ കട്ട് പ്രൊട്ടക്ഷനും നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ബാറ്ററി ഒരു പരിധി വിട്ട് ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ കസ്റ്റമറെ അറിയിക്കാനായിട്ട് ഒരു ബസർ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 11.5 വോൾട്ടൊക്കെ എത്തുമ്പോൾ ചാർജിങ് സെറ്റ് ചെയ്യുന്നതാണ് നല്ലത്. 11.5 to 14.4 അങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്യാറ്. അതായത് ഒരു 11.5 ബാറ്ററി വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ ചാർജിങ് വീണ്ടും സ്റ്റാർട്ടാവും. അങ്ങനെ 14.4 എത്തുമ്പോൾ വീണ്ടും കട്ട് ഓഫ് ആവും. ആ ബാറ്ററി ഇരുന്ന് വീണ്ടും 11.5 എത്തുമ്പോൾ വീണ്ടും ചാർജിങ് സ്റ്റാർട്ട് ചെയ്യും. അതിനാണ് ഈ പ്രീസെറ്റ് 1 യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബാറ്ററി 10 വോൾട്ടിൻ്റെ ഒക്കെ താഴത്തേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അത് ബാറ്ററിയുടെ ലൈഫിനെ ബാധിക്കും. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷനിൽ ബസർ അടിക്കാനായിട്ടാണ് നമ്മൾ ഈ സാധനം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തിട്ട് ഒരു മൾട്ടിമീറ്റർ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ മൾട്ടിമീറ്റർ ബാറ്ററിക്ക് അക്രോസ് തന്നെ കൊടുത്തേക്കുക. അപ്പോൾ നമുക്ക് വോൾട്ടേജ് ഇവിടെ അറിയാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിലവിൽ ബാറ്ററിയുടെ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11.67 ആണ്. അപ്പം നമുക്കിനി ഇങ്ങനെ ഫസ്റ്റ് കണക്ട് ചെയ്യാം. ഇത് സെറ്റ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് ചാർജിങ് കട്ട് ഓഫ് സെറ്റ് ചെയ്യാം. 14.4 ബാറ്ററി എത്തുമ്പോൾ, അതായത് ഈ മൾട്ടിമീറ്ററിൽ 14.4 എപ്പോൾ വോൾട്ടേജ് എത്തുന്നോ അപ്പോൾ നമ്മുടെ ചാർജിങ് ഓഫ് ആവണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തിട്ട് മൾട്ടിമീറ്റർ വെച്ച് കണക്ട് ചെയ്ത് ബാറ്ററി വോൾട്ടേജ് ഒക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഗ്രീൻ ഇൻഡിക്കേഷൻ കത്തും. അപ്പോൾ ഗ്രീൻ ഇൻഡിക്കേഷൻ കത്തുന്നുണ്ടെങ്കിൽ ചാർജ് കുറവാണെന്ന് അർത്ഥം. അപ്പോൾ നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ചാർജിങ് സ്റ്റാർട്ടാവും. അപ്പോൾ നമുക്ക് ചാർജിങ് ഓൺ ആക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ DC മീറ്റർ അല്ലെങ്കിൽ ക്ലാമ്പ് മീറ്റർ എന്ന് പറയും. ഇത് AC മാത്രമാണ് അളക്കാൻ പറ്റുള്ളൂ. ഈ മീറ്റർ AC-ലിട്ടാലും നമുക്ക് ആംബിയർ അറിയാൻ സാധിക്കും. ചെറിയ വേരിയേഷൻ ഉണ്ടാവുന്നുള്ളൂ. നമുക്ക് ജസ്റ്റ് ഒന്ന് ആംബിയർ അറിയാനായിട്ട് ഇവിടെ ജസ്റ്റ് കണക്ട് ചെയ്തിടാം. അപ്പോൾ നമുക്ക് ആംബിയർ അറിയാനായിട്ട് നമ്മളൊരു മീറ്റർ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു പ്രോഗ്രാം IC വെച്ച് പ്രവർത്തിക്കുന്നതായതുകൊണ്ട് ഇതിൻ്റെ ചാർജിങ് ആംബിയർ കറക്റ്റായിട്ട് സെൻസ് ചെയ്തോളും. ബാറ്ററി ലോ ആണോ ഹൈ ആണോ എന്നൊക്കെ സെൻസ് ചെയ്തിട്ട് അതിന് കറക്റ്റായിട്ടുള്ള ചാർജിങ് ആംബിയർ എടുത്തോളും. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്കിനി സപ്ലൈ കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ പവർ ഓൺ ചെയ്തിട്ടുണ്ട്. പവർ ഓൺ ചെയ്യുമ്പോൾ നമുക്കിത് വോൾട്ടേജ് കയറി പോകണ കാണാം. അപ്പോൾ ഇത് ബാറ്ററി ഏകദേശം ഫുൾ ചാർജ് ആയതുകൊണ്ടാണ് ഇത് ഇത്ര സ്പീഡിൽ കയറുന്നത്. അപ്പോൾ ഇതിന് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 14.4 എത്തുമ്പോൾ ഇത് കട്ട് ഓഫ് ആവും. നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം. ഇത് 13.94, 14,
അങ്ങനെ ചാർജ് ആയിട്ട് അപ്പോൾ ഈ ഗ്രീൻ ഇൻഡിക്കേറ്റർ ഓഫ് ആവും. അങ്ങനെയാണ് ചാർജിങ്ങിൻ്റെ കണ്ടീഷൻ നമ്മൾ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ആംബിയർ ഏകദേശം 3 ആംബിയർ അവിടെ ചാർജിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് 14.3 ഉണ്ടോ, 14.4 എത്തിയപ്പോൾ ഗ്രീൻ ഇൻഡിക്കേറ്റർ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത 14.4 എത്തിയപ്പോൾ ചാർജിങ് ഓഫ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവറാണ് വേണ്ടത്. ചെറിയ സ്ക്രൂ ഡ്രൈവർ ഈ പ്രീസെറ്റിൻ്റെ അകത്തേക്ക് കയറാവുന്ന ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് നമുക്ക് പതിയെ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ച് കഴിഞ്ഞത് വീണ്ടും ചാർജിങ് സ്റ്റാർട്ടാവും. അപ്പോൾ ഇതേ നമ്മൾ പതിയെ ഇപ്പോൾ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ 14.4 എന്നുള്ളത് 14.5 ആക്കാൻ പോകാം. അപ്പോൾ ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ പതിയെ തിരിച്ച് കഴിഞ്ഞാൽ വീണ്ടും ചാർജ് സ്റ്റാർട്ടാവും. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ നമ്മൾ തിരിച്ചപ്പോൾ വീണ്ടും ചാർജിങ് ഓണായി. നേരത്തെ 14.4 കട്ട് ഓഫ് ആയത്. ഇപ്പോൾ അത് കൂടി പോയിട്ടുണ്ട്. കാരണം പ്രീസെറ്റ് നമ്മൾ തിരിച്ച കാരണം കട്ടാവാൻ പോണത് ചിലപ്പോൾ അതിൻ്റെ മുകളിലേക്കായിരിക്കും. 14.42 ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി തിരിച്ചു കഴിഞ്ഞാൽ വീണ്ടും കയറി വന്ന് കാണാം. അപ്പോൾ നമ്മൾ വീണ്ടും ഇടത്തോട്ട് പതിയും തിരിച്ചു. അപ്പോൾ ഇത് വീണ്ടും ചാർജർ ഓൺ ആയിട്ടുണ്ട്. അടുത്ത് കട്ടാവണം എത്രയെല്ലാം നോക്കാം. 14.5 കണ്ടോ, 14.6 ആയി, 14.7 ആയി, 14.8 ആയി. പക്ഷേ ഇങ്ങനെ കയറി പോകുമ്പോഴാണ് പ്രശ്നം. ഇങ്ങനെ കയറി പോയി കഴിഞ്ഞാൽ ബാറ്ററി കംപ്ലൈൻറ്റ് ആവും. അപ്പോൾ നമ്മൾ പ്രീസെറ്റ് തിരിച്ച കാരണമാണ് ചാർജിങ് വോൾട്ടേജ് കയറി പോകുന്നത്. കണ്ടോ, അപ്പോൾ നമ്മൾ തിരിച്ചപ്പോൾ 14.9 ചാർജിങ് കട്ട് ഓഫ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് 14.4 ബാറ്ററി എപ്പോൾ എത്തുന്നോ ആ കണ്ടീഷനിൽ റിലേ ഓഫ് ആവുന്ന പോലെ വേണം സെറ്റ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ബാറ്ററി കണക്ട് ചെയ്തിട്ട് പ്രീസെറ്റ് കുറച്ച് വലതുവശത്തേക്ക് തിരിച്ചു വെച്ചേക്കുക, കുറച്ച് വലത്തോട്ട് തിരിച്ചു വെച്ചേക്കുക. അപ്പോൾ അതിൻ്റെ ചാർജർ ഓഫായ കണ്ടീഷനിലാണ് നിൽക്കുന്നത്. ഓഫായ കണ്ടീഷനിൽ വെച്ചിട്ട് നമുക്ക് ചാർജിങ് ഓൺ ആക്കാം. ഞാൻ അതേ സപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചാർജർ ഓഫാണ്. നമ്മൾ സപ്ലൈ കൊടുത്തപ്പോഴും ചാർജർ ഓഫാണ്. എന്നിട്ട് പതിയെ തിരിക്കുക, പതിയെ ഇടത്തോട്ട് ഒരു പോയിന്റ് തിരിക്കുക. എപ്പോഴാണോ ചാർജർ ഓൺ ആവുന്നത് ആ ഒരു പൊസിഷനിലേക്ക് ഇതേപോലെ ചെറിയ സ്ക്രൂ പതിയും തിരിച്ച് ആദ്യത്തെ ചാർജിങ് സ്റ്റാർട്ടാക്കുക. പതിയെ തിരിക്കുക, എപ്പോഴാണ് ചാർജിങ് സ്റ്റാർട്ട് ആവണമെന്ന് നോക്കുക. അപ്പോൾ ചാർജിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. എന്നിട്ട് ഡിസ്പ്ലേയിലെ വോൾട്ടേജ് നോക്കുക. ഇപ്പോൾ ഇത് 14.4 കട്ടാവുന്ന കണ്ടീഷനിൽ നമ്മൾ പ്രീസെറ്റിനെ അഡ്ജസ്റ്റ് ചെയ്യണം. ഇത് കയറിക്കൊണ്ടിരിക്കുക. നമ്മൾ ശ്രദ്ധിക്കണം എപ്പോഴാണ് കട്ടാവണമെന്ന് നോക്കുക. പ്രീസെറ്റും അങ്ങനെ പതിയെ വെച്ചേക്കുക. എന്നിട്ട് 14.4 എത്തുന്ന സമയത്ത് പ്രീസെറ്റിനെ കട്ടാക്കുന്ന പോലെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ചാർജിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം 14.4 എപ്പോഴാണ് എത്തുന്നത്. ആ ടൈമിൽ നമുക്ക് പ്രീസെറ്റിനെ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അതേ 13.75, 13.76 കുറച്ച് ഫാസ്റ്റ് ആക്കാം ഞാൻ. അതേ 14.2, 14.2 ഇപ്പോൾ അത് കട്ടായത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കൂട്ടി വെക്കണം. അപ്പോൾ 14.2 ഇപ്പോൾ കട്ടായി. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കൂട്ടി വെക്കണം. അപ്പോൾ എന്ത് ചെയ്യുക, ഈ പ്രീസെറ്റ് വീണ്ടും ഒരു പൊടിക്ക് കുറച്ച് പതിയെ ഒന്ന് തിരിച്ച് അടുത്ത ചാർജിങ് പൊസിഷനിലേക്ക് സെറ്റ് ചെയ്യുക. കുറച്ച് പതിയെ തിരിക്കുക, പരമാവധി തിരിക്കുക. പതിയെ തിരിച്ച് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം 14.2 എന്നുള്ളത് ഇപ്പോൾ 14.3, 4, 5, 6, 4, 5, 5ലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഒരു പൊടിക്ക് കൂടിപ്പോയി. അപ്പോൾ അടുത്തിൽ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. വീണ്ടും വലത്തോട്ട് പതിയെ തിരിച്ച് വയ്ക്കുക. പതിയെ തിരിച്ച് വെച്ചിട്ട് പിന്നെ ബാറ്ററി നമ്മൾ ഡ്രെയിൻ ചെയ്യണം. അപ്പോൾ അതേ ബാറ്ററി ഡ്രെയിൻ ചെയ്തിട്ട് വീണ്ടും ചാർജിങ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതേ ഏകദേശം 14.4, 5 ആ റേഞ്ചിൽ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ കറക്റ്റാക്കി സെറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ചാർജിങ് പക്കയാവുള്ളൂ. അപ്പോൾ നമ്മൾ കറക്റ്റ് 14.4 ഈ പ്രീസെറ്റിനെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 14.4 കറക്റ്റായിട്ട് ചാർജിങ് ആയിട്ടുണ്ട്. ഇനി ഇപ്പോൾ അത് വീണ്ടും ഇങ്ങനെ ചാർജർ ഓണായി ഓഫ് ആവുന്നത് നമ്മൾ സെറ്റ് ചെയ്ത വോൾട്ടേജ് ആയതുകൊണ്ടാണ്. ഇപ്പോൾ ബാറ്ററി ഫുൾ ചാർജ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എപ്പോഴും ഫുള്ളി ചാർജഡ് ആയിട്ടിരിക്കും. ഇനി നമുക്ക് അടുത്ത പ്രീസെറ്റിൻ്റെ കണക്ഷൻ നോക്കാം. അപ്പോൾ ഇതിൻ്റെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാനൊരു റഫായിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഫസ്റ്റ് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തിട്ട് ഈ പ്രീസെറ്റ് വലതുവശത്തേക്ക് തിരിച്ച് വയ്ക്കുക. ചാർജിങ് ഓഫ് കണ്ടീഷനിലേക്ക് വയ്ക്കുക. എന്നിട്ട് സപ്ലൈ കൊടുത്തിട്ട് ചാർജിങ് സ്റ്റാർട്ട് ചെയ്യുന്ന കണ്ടീഷനിലേക്ക് ഇടത്തോട്ട് തിരിക്കുക. അപ്പോൾ ചാർജിങ് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് നോക്കുക ഏത് വോൾട്ടിലാണ് കട്ടാവുന്നതെന്ന്. അപ്പോൾ 14.4 എന്നുള്ളടുത്ത് 14 കട്ടാവണമെങ്കിൽ വീണ്ടും നമ്മൾ ഇടത്തോട്ട് പതിയെ തിരിക്കുക. അപ്പോൾ അടുത്ത വോൾട്ടേജിൽ അത് കട്ടാവും. വീണ്ടും അടുത്ത വോൾട്ടേജിൽ അങ്ങനെ സെറ്റ് ചെയ്ത് 14.4 എപ്പോൾ എത്തുന്നോ ആ ഒരു കണ്ടീഷനിൽ വേണം ഈ പ്രീസെറ്റിനെ സെറ്റ് ചെയ്യാനായിട്ട്. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ എൻ്റെ രീതിയിലാണ് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നവർക്ക് ക്യാച്ച് ആവട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത പരിപാടി നോക്കാം. അടുത്ത പ്രീസെറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രീസെറ്റ് ബാറ്ററി ചാർജ് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തെങ്കിൽ അടുത്ത ഈ പ്രീസെറ്റ് നമ്മൾ ബാറ്ററി ലോ ആക്കണം. ബാറ്ററിയുടെ ചാർജ് നമ്മൾ കുറയ്ക്കാൻ പോവുക. അപ്പോൾ ബാറ്ററി നമ്മൾ ലോഡ് ഇതിപ്പോൾ ഫുള്ളി ചാർജറാണ് ബാറ്ററി. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഈ പ്രീസെറ്റ് സെറ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ബാറ്ററിക്ക് ലോഡ് കൊടുത്തിട്ട് ബാറ്ററിയുടെ നമ്മൾ ചാർജ് ഇറക്കാൻ പോവുക. അപ്പോൾ നമ്മളൊരു 100 വാട്ട്സ് ഒരു ലോഡ് ചെയ്തിട്ട് ബാറ്ററി നമ്മളിത് പതിയെ ഡ്രെയിൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ 100 വാട്ട്സ് ലോഡ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബാറ്ററി ബാക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കണേ. 100 വാട്ട്സ് ലോഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ബാറ്ററിയുമ്പോൾ വോൾട്ടേജ് ഇറക്കി. ഇതാണ് ഞാൻ പറഞ്ഞ
ഡ്രെയിൻ ചെയ്യുന്ന ബാറ്ററീനെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതാണ് അടുത്ത പരിപാടി. അപ്പോൾ ബാറ്ററി ഡൗൺ ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഏത് വോൾട്ടിലാണ് വീണ്ടും ചാർജർ ഓൺ ആവേണ്ടതെന്ന് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 11.17 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്ത് 12.17 നമ്മൾ സെറ്റ് ചെയ്ത ഇപ്പോൾ നിൽക്കുന്ന വോൾട്ടേജ്. ഇനി 11.5 ഞാനിപ്പോൾ ഇത് സെറ്റ് ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ അതിൻ്റെ സെറ്റിംഗ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. കുറച്ച് സ്പീഡിൽ ഓടിക്കാം. അപ്പോൾ നമ്മുടെ വോൾട്ടേജ്, ബാറ്ററിയുടെ വോൾട്ടേജ് 11.63 ആയിട്ടുണ്ട്. അപ്പോൾ ഇത് 11.63 ആയിപ്പോൾ ബസർ വന്നാണ്ടോ. അപ്പോൾ ഇത് നമ്മൾ സെറ്റ് ചെയ്തേക്കണത് 11.6 വോൾട്ടിലെത്തിയപ്പോൾ ലോ കട്ടാണ് വന്നേക്കണേ. അപ്പോൾ ബാറ്ററി വോൾട്ടേജ് ലോ ആണെന്നാണ് അതിന് ഇൻഡിക്കേറ്റർ. ഇത് നമുക്കിനി വേണമെങ്കിൽ കൂട്ടി വയ്ക്കാം. അപ്പോൾ നമ്മൾ ആ നേരത്തെ പ്രീസെറ്റ് ചെയ്ത പോലെ തന്നെയാണ് ഈ പ്രീസെറ്റുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇത് അടുത്ത പൊസിഷനിലേക്ക് നമുക്ക് പതിയെ തിരിക്കുക. അപ്പോൾ ബസർ നിന്നിട്ടുണ്ട്. ഇനി വീണ്ടും ബാറ്ററി ഡ്രെയിൻ ആകുമ്പോൾ ബസർ അടിക്കും. ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് പ്രീസെറ്റ് ചെയ്തിലാണോ തിരിഞ്ഞേക്കണേ ആ ഒരു കണ്ടീഷനിൽ ഇവിടെ വോൾട്ടേജ് എത്തുമ്പോൾ വീണ്ടും ബസർ അടിക്കും. അപ്പോൾ നമുക്ക് 11.5 വേണമെങ്കിൽ വയ്ക്കാം, 11 വയ്ക്കാം, 10.5 വയ്ക്കാം. ലോക്കിട്ട് വാണിംഗ് ആണത്. അത് എങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ പ്രീസെറ്റ് വീണ്ടും തിരിച്ച കാരണമാണ് ബസർ ഓഫ് ആയിക്കണത്. പിന്നെ ഏത് വോൾട്ടേജിലാണ് ഇത് വീണ്ടും ബസർ അടിക്കണേന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇപ്പോൾ 11.55 ആയിട്ടുണ്ട്. ഇപ്പോൾ 11.6 നേരത്തെ ബസർ അടിച്ചത്. അപ്പോൾ നമ്മളൊരു ബാറ്ററി കണക്ട് ചെയ്തിട്ടിട്ട് 11.6 ആവുന്ന സമയത്ത് ബാറ്ററി വീണ്ടും ചാർജ് ആവാൻ തുടങ്ങും. നമ്മൾ സപ്ലൈ ഓൺ ആണെങ്കിൽ ബാറ്ററി വീണ്ടും ചാർജ് ആവാൻ സ്റ്റാർട്ട് ചെയ്യും. സപ്ലൈ ഓൺ അല്ലാത്ത കണ്ടീഷനിലാണെങ്കിൽ നമുക്ക് വാണിംഗ് അടിക്കും. അതായത് ബാറ്ററി ഡ്രെയിൻ ആവുന്നുണ്ടെന്ന് കസ്റ്റമർ അറിയിക്കാനാണ് ഈ ഒരു ഫീച്ചറിനകത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും ഇത് ഫുൾ ചാർജ് ആവുന്ന സമയത്ത് ബസർ അടിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. അപ്പോൾ അത് അതിനല്ല കൊടുത്തേക്കുന്നത്. ഇത് നമ്മൾ ഈ ബോർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാറ്ററി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് ലോഡ് കൊടുത്തിടാൻ പറ്റും. അപ്പോൾ എന്ന് വെച്ചാൽ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ഡ്രെയിൻ ആവുന്ന സമയത്ത് കസ്റ്റമർക്ക് വാണിംഗ് അടിക്കും. സപ്ലൈ ഓഫ് ആണെങ്കിൽ വാണിംഗ് അടിക്കാനുള്ളൊരു സെറ്റപ്പാണ് ഇത്. സപ്ലൈ ഓൺ ആണെങ്കിൽ നമ്മൾ ഈ സെറ്റ് ചെയ്ത വോൾട്ടേജ് എത്തുമ്പോൾ വീണ്ടും ചാർജർ ഓൺ ആവും. എപ്പോഴും ബാറ്ററി ഫുൾ ചാർജ് ആവും. അതുവരെ 14.4 എത്തുമ്പോൾ കട്ട് ഓഫ് ആക്കിക്കോളും. പിന്നെ ലോഡായിരിക്കും വർക്ക് ചെയ്യുക. അപ്പോൾ ലോഡ് വർക്ക് ചെയ്തിട്ട് 11 എപ്പോഴാണോ നമ്മൾ സെറ്റ് ചെയ്ത് അവിടെ എത്തുമ്പോൾ വീണ്ടും ബാറ്ററി ചാർജ് ആവും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ സൈക്കിൾ സെറ്റ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിനി നോക്കാം. അപ്പോൾ 11.48 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രീസെറ്റ് തിരിച്ച് കൂടിപ്പോയതുകൊണ്ടാണ് ഇത്രയും വേരിയേഷൻ വന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പ്രീസെറ്റ് തിരിക്കുമ്പോൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് തിരിക്കാനായിട്ട്. ഇപ്പോൾ നമുക്ക് ബസർ ഇതിൽ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 11.4 സെറ്റ് ചെയ്യേണ്ടതെങ്കിൽ പതിയെ പ്രീസെറ്റിൽ നമ്മൾ ഇടത്തോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ബസർ അടിക്കുന്ന കണ്ടീഷനിലേക്ക് ഉണ്ടാവും. 11.4 എത്തിയിട്ടുണ്ട്. അപ്പോൾ ബസർ അടിക്കുന്ന പോലെ നമുക്ക് സെറ്റാക്കാനായിട്ട് സാധിക്കും. ഇനി ഈ കണ്ടീഷനിൽ നമ്മൾ സപ്ലൈ ഇപ്പോൾ ഓഫാണ്. ഇപ്പോൾ നമ്മൾ സപ്ലൈ ഓഫ് ചെയ്തിട്ടേക്കാണ്. ചാർജറിൻ്റെ സപ്ലൈ ഓഫാണ്. അപ്പോൾ ചാർജറിൻ്റെ സപ്ലൈ നമ്മൾ ഓൺ ചെയ്താൽ തന്നെ അപ്പോൾ ഇവിടെ ഉണ്ടോ വീണ്ടും ചാർജിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് 14.4 വരെ ചാർജ് ആവും. 14.4 വരെ ചാർജ് ആകുമ്പോൾ അത് കട്ട് ഓഫ് ആവും. 11.4 എപ്പോഴാണോ ബാറ്ററി എത്തുന്നത് അപ്പോൾ ബാറ്ററി വീണ്ടും റീചാർജ് ആവും. അതാണ് ഇതിൻ്റെ സെറ്റിങ്സ്. ഇപ്പോൾ ചാർജിങ് നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മൾ സപ്ലൈ ഓൺ ചെയ്തേക്കാണ്. ഉണ്ടോ ഇതിൻ്റെ സപ്ലൈ ഓൺ ചെയ്തേക്കാണ്. നമ്മൾ ഇതിലേക്കുള്ള സപ്ലൈ ഓൺ ചെയ്തേക്കാണ്. അപ്പോൾ നമ്മളിത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ബസറൊന്നുമില്ല. കാരണം വോൾട്ടേജ് ഉള്ള കാരണം. വോൾട്ടേജ് ഇതിനകത്ത് ഓൾറെഡി ഉണ്ട്. ഇപ്പോൾ നമ്മൾ ചാർജ് ചെയ്ത സമയത്ത് വോൾട്ടേജ് ഒന്ന് കയറി പുഷപ്പ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ലോഡ് കൊടുത്തു. ലോഡ് കൊടുക്കുമ്പോൾ ബാറ്ററി വീണ്ടും താഴത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ 11.4 നമ്മൾ ലോക്കറ്റ് സെറ്റ് ചെയ്തേക്കണേ. അപ്പോൾ 11.4 എത്തുമ്പോൾ വീണ്ടും നമ്മുടെ ബസർ അടിക്കും കേട്ടോ. ഇപ്പോൾ 11. അത് ചെറിയൊരു 0.1 വേരിയേഷൻ ഉണ്ടാവും. നമ്മൾ സെറ്റ് ചെയ്യുന്നതിൻ്റെയാണ്. ഇപ്പോൾ 11.5 കണ്ടോ ബസർ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചാർജർ ഇപ്പോൾ ഓഫ് ആയതുകൊണ്ടാണ് ഈ ബസർ അടിക്കുന്നത്. അപ്പോൾ കസ്റ്റമർക്ക് അറിയാൻ സാധിക്കും ബാറ്ററി ഡ്രെയിൻ ആയി തുടങ്ങി, എത്രയും പെട്ടെന്ന് ചാർജ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഓടി വന്ന് നമ്മുടെ സപ്ലൈ ഓണാക്കി കഴിഞ്ഞാൽ ബസർ നിൽക്കും, ചാർജിങ് വീണ്ടും സ്റ്റാർട്ടാവും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ സെറ്റിങ്സ്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒരു ബ്രീഫായിട്ട് പറഞ്ഞുതരാം. അതായത് ഫസ്റ്റ് നമ്മൾ ഇതെല്ലാം സർക്യൂട്ട് എല്ലാം ചെയ്തിട്ട് 14.0.14 ട്രാൻസ്ഫോമർ കണക്ട് ചെയ്യുക, ബാറ്ററിയുടെ പ്ലസും മൈനസും കണക്ട് ചെയ്യുക, അതുപോലെ സപ്ലൈയും കൊടുത്തിട്ടുണ്ട്, സപ്ലൈ കണക്ഷൻ കൊടുത്തിട്ടേക്കാം. എന്നിട്ട് ഓൺ ചെയ്യരുത്, സപ്ലൈ ഓൺ ചെയ്യരുത്, ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുക. നമ്മുടെ ബാറ്ററി കണക്ടർ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ ഈ പ്രീസെറ്റിനെ എന്ത് ചെയ്യുക, ചാർജിങ് ആവാത്ത കണ്ടീഷനിലേക്ക് ആക്കുക. ഇത് വലത്തോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ചാർജിങ് ഓഫാവും, ഇടത്തോട്ട് തിരിക്കുമ്പോൾ ചാർജിങ് സ്റ്റാർട്ടാവും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റിങ്സ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ചെറിയൊരു പോയിന്റിൽ തിരിച്ചിടുക, ശ്രദ്ധിച്ച് നോക്കണം, തിരിച്ചിടുക. എന്നിട്ട് ബാറ്ററി കണക്ട് ചെയ്യുക. അപ്പോൾ ചാർജിങ് നടക്കില്ല, കാരണം നമ്മൾ പ്രീസെറ്റ് ഓൾറെഡി ഓഫാണ്. അപ്പോൾ ചിലപ്പോൾ കാണിക്കുന്ന വോൾട്ടേജ് 12.8 12.9 എന്നൊക്കെ ആയിരിക്കും. എന്നിട്ട് പതിയെ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റത്തെ പ്രീസെറ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് പതിയെ തിരിക്കുക, ഇതുപോലെ പതിയെ തിരിക്കുക. അപ്പോൾ ചാർജിങ് സ്റ്റാർട്ടാവും. ചാർജിങ് സ്റ്റാർട്ടാവുന്ന സമയത്ത് ബാറ്ററിയുടെ വോൾട്ടേജ് പതിയെ പുഷപ്പ് ആവണം കാണാം. 13, 13.5, 13.6, 14, ചിലപ്പോൾ 14 എത്തുമ്പോൾ കട്ടാവും.
അപ്പോൾ ഈ പ്രീസെറ്റ് ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 14 വോൾട്ട് എത്തുമ്പോൾ കട്ടാവുന്ന പോലെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ചാർജിങ് സ്റ്റാർട്ടാക്കണം. അപ്പോൾ വീണ്ടും പ്രീസെറ്റുമ്പോൾ നമ്മൾ സ്ക്രൂ ഡ്രൈവറുടെ പതിയെ തിരിക്കുക. പിന്നീട് ഉള്ള തിരിക്കലൊക്കെ പതിയെ ആയിരിക്കണം. ഒരുപാട് തിരിച്ചു കഴിഞ്ഞാൽ വോൾട്ടേജ് പെട്ടെന്ന് പുഷപ്പ്. അപ്പോൾ പതിയെ ഒരു പൊടിക്ക് നിൽക്കുക. അപ്പോൾ വീണ്ടും ചാർജർ ഓൺ ആവും. അപ്പോൾ വീണ്ടും നേരത്തെ 14 കട്ടായത് ചിലപ്പോൾ അടുത്തത് 14.2 കട്ടായി ഉണ്ടാവുക. അപ്പോൾ നമുക്ക് 14.2 മതിയെങ്കിൽ അവിടെ നിർത്താം. അത് പോരാ എന്നുണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുക, ഒരു പൊടിക്കണിക്കുക. ഞാൻ നേരത്തെ വീഡിയോ കാണിച്ച പോലെ പൊടിക്കണിക്കുക. വീണ്ടും അനക്കുമ്പോൾ വീണ്ടും ചാർജ് സ്റ്റാർട്ടാവും. അപ്പോൾ ചിലപ്പോൾ അത് ചെന്ന് നിൽക്കുന്നത് 14.4 അത് നമുക്കങ്ങനെ കറക്റ്റായിട്ടൊന്നും സെറ്റ് ചെയ്യാൻ പറ്റില്ല. 14.4 14.3 എന്നൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഏകദേശം ഒരു 14.3 to 14.5 ഉള്ളിൽ ഏതെങ്കിലും ഒരു വോൾട്ടേജിൽ അത് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ പ്രീസെറ്റ് സെറ്റായി. അപ്പോൾ നമ്മുടെ വോൾട്ടേജ് എപ്പോഴാണോ 14.4 ആവുന്നത് അപ്പോൾ ചാർജിങ് ഓഫാക്കും. അപ്പോൾ അത് മാത്രം മതിയെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രീസെറ്റുമ്പോൾ തൊടേണ്ട ആവശ്യമില്ല. ഈ ഒരു പ്രീസെറ്റ് മാത്രം അഡ്ജസ്റ്റ് ചെയ്താൽ മതി. മറ്റേ പ്രീസെറ്റ് നമ്മൾ ലോഡ് കൊടുത്ത് ഉപയോഗിക്കുമ്പോഴാണ്, അതായത് ഇത് പെർമനൻ്റ് ആയിട്ടൊരു ബാറ്ററിയുമായി കണക്ട് ചെയ്തിട്ട് ആ ബാറ്ററിയിൽ നിന്ന് ഒരു ലോഡ് പ്രവർത്തിക്കുമ്പോഴാണ് ഈ പ്രീസെറ്റിൻ്റെ ഉപയോഗം. അതായത് ചാർജിങ് നടക്കുന്നു, ആ ബാറ്ററി നമ്മളൊരു ബൾബ് ഉപയോഗിക്കാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ബൾബ് കത്തി ആ ബാറ്ററിയുടെ വോൾട്ടേജ് ഒരു 11 വോൾട്ടോ 10 വോൾട്ടൊക്കെ ആകുമ്പോൾ കസ്റ്റമർ അറിയില്ല, ബാറ്ററി ചാർജ് തീർന്നോന്ന് അറിയില്ല. അതിനാണ് ഈ പ്രീസെറ്റിൻ്റെ പരിപാടി. ഈ ബസറും ഈ റെഡ് ഇൻഡിക്കേഷൻ കൊടുത്തതാണ്. അതിനാണ് ബാറ്ററി ഓവറായിട്ട് ഡ്രെയിൻ ആയിട്ട് പോകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ സെറ്റപ്പാണ് ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ബാറ്ററിനെ നമ്മൾ ഡ്രെയിൻ ചെയ്യിക്കുക. അതായത് ചാർജ് ഇല്ലാത്തൊരു ബാറ്ററീനെ ഡ്രെയിൻ ചെയ്യിച്ചിട്ട് നമുക്ക് നമ്മൾ തീരുമാനിക്കുക 11 വോൾട്ട് എത്തുമ്പോഴാണ് എനിക്ക് എൻ്റെ ബാറ്ററി ചാർജ് ചെയ്യേണ്ടതെന്ന് കണ്ടെങ്കിൽ 11 വോൾട്ട് എത്തുന്ന സമയം വരെ വെയിറ്റ് ചെയ്യുക. ആ സമയത്തേക്ക് ഇതിൻ്റെ ബസറിനെ അഡ്ജസ്റ്റ് ചെയ്യുക. കാരണം ഇത് തിരിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ കറക്റ്റ് ഏത് പൊസിഷനിലാണോ ബസർ അടിക്കേണ്ടത് ആ പൊസിഷൻ ബാറ്ററി വോൾട്ടേജ് എത്തുമ്പോൾ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ 11 വോൾട്ട് എത്തുമ്പോൾ ഈ ബാറ്ററി വീണ്ടും റീചാർജ് ആവാൻ സ്റ്റാർട്ടാവാൻ തുടങ്ങും. അതുപോലെ മെയിൻ ഓൺ അല്ലെങ്കിൽ കസ്റ്റമർക്കൊരു വാർണിംഗും കിട്ടും. മെയിൻ നമ്മൾ സപ്ലൈ കൊടുക്കാണ്ടാണ് ബാറ്ററി കണക്ട് ചെയ്ത് ഇട്ടേക്കുന്നതെങ്കിൽ 11 വോൾട്ട് എത്തുമ്പോൾ ബസർ അടിക്കും, ബാറ്ററി ചാർജ് കുറഞ്ഞിട്ടുണ്ടെന്നുള്ളൊരു ഇൻഡിക്കേറ്റർ വരും. അപ്പോൾ നമ്മൾ വന്നിട്ട് ഉടനെ സപ്ലൈ ഓൺ ആക്കുക. അതാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം. അല്ലാതെ ഫുൾ ചാർജ് ആവുന്ന സമയത്ത് ബസർ അടിക്കാനോ ഒന്നും തന്നെ അല്ല കൊടുത്തേക്കുന്നത്. എന്ന കാര്യം മനസ്സിലാക്കുക. അങ്ങനെ നമ്മുടെ ചാർജർ മൊഡ്യൂളിൻ്റെ പ്രീസെറ്റിൻ്റെ സെറ്റിങ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെന്നുള്ള വിശ്വാസത്തോടെയാണ് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കറിയാവുന്ന പോലെയാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ ഇതിനകത്ത് ഒരുപാട് നെഗറ്റീവ്സ് വരും, ഇതങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ. അപ്പോൾ എനിക്കറിയാവുന്ന പോലെ ഞാൻ ചെയ്തു. എനിക്ക് സക്സസ് ആയി തോന്നിയതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തത്. ഇനിയിപ്പോൾ പല രീതിയിൽ ഇതിന് മാറ്റം വരുത്താൻ പറ്റുമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അപ്പോൾ ഇതിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ ചോദിക്കാം. അതുപോലെ ഒരുപാട് പേര് എൻ്റെ നമ്പർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നമ്പർ കൊടുത്ത് എല്ലാവരും കോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന ആളാണ്. പകൽ സമയത്തൊന്നും എനിക്ക് സമയമില്ല. വൈകുന്നേരം വന്നിട്ടാണ് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പരമാവധി ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ചോദിക്കുന്നവർക്ക്. വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. കോൾ ചെയ്തെടുക്കാൻ സാധിക്കില്ല. സംശയങ്ങൾ എന്തുണ്ടെങ്കിലും ഞാനത് വൈകുന്നേരം വന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്തൊരു ടോപ്പിക്കായിട്ട് കാണാം. ബൈ.